ഹായ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വരുമ്പോൾ കൂന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ കുറച്ച് അരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് അതുകൊണ്ട് ഒന്ന് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കൂന്തൽ കഴുകി നന്നാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, അതുപോലെ മുളകും ഇട്ട് നല്ലോണം കുഴച്ച് കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്ക് നമ്മളിതാ ഉള്ളിയും ആ ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും മസാലയും മല്ലിച്ചപ്പും എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെല്ലാം റെഡിയാക്കി വെച്ചിന്. പിന്നെ നമുക്ക് ഇനി ആ കൂന്തലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളിതാ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ കറന്നിതാ കൂന്തൽ ഒന്നായിട്ട് അതിലേക്ക് കണ്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ കൂന്തൽ പകുതി ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പം ഇതാ പിന്നെ എന്താ നമ്മൾ ഇതൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഡാൽഡയാണ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. പിന്നെ അതൊന്ന് ചൂടായപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു ഇല ഉണ്ടായിരുന്നു, ഒരു കറുകപ്പട്ടൻ്റെ ഇല, അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിക്കണേ. ആ സമയത്ത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കണ്ടേ. അത് ഒന്ന് നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോവോളം വഴറ്റിയെടുത്തിട്ട് നമ്മളിതാ പിന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തക്കാളി ഒന്ന് നല്ലോണം വഴറ്റി തക്കാളി നല്ലോണം വെന്തുടയട്ടെ കേട്ടോ. അപ്പോൾ തക്കാളി ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇവിടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല അതും കൂടി അതിലേക്ക് ചേർത്തണേ. പിന്നെ അത് നല്ല ഒന്നും കൂടി ഒക്കെ വഴറ്റി ആ മസാല അതിലേക്ക് ഒന്നുകൂടി നല്ല വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ട് നല്ലോണം അതൊന്നും കൂടി മസാലയൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണ്ടേ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പിന്നെ പുതിനയും കൂടി നമ്മൾ അതിൽ ചേർത്ത് കൊടുത്ത് പിന്നെ തൈരും കൂടി ചേർക്കണ്ടേ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ വറുത്തെടുത്ത ആ കൂന്തലും കൂടി നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൂന്തൽ ആ ഉള്ളിയിലൊന്നും കൂടി നല്ല മിക്സ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച വെള്ളം 1 കപ്പ് അരി എന്നിട്ട് എടുത്തിരുന്ന അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാർക്കാൻ വെച്ച അരി ഒന്ന് കുതിർത്തിയിട്ട് വാർത്ത് വെച്ച അരിയാണ്, അതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ആ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ കൂന്തൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇട്ടത്. നല്ല കളറൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ.